മഴ വരുന്നുണ്ട്, അതുകൊണ്ട് പവർ കട്ടിനൊരു ശമനം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ CP ജോണിന്റെ അനുമതി വാങ്ങിയിട്ടാണ് ഞാനിപ്പോൾ 2 വാക്കുകൾ പറയുന്നത്. അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയാൽ ഉടനെ അദ്ദേഹം നിക്ഷിപ്തമായിരിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ദൗത്യവുമായിട്ട് പ്രയാണം ചെയ്യേണ്ടതാണ്. എന്നോട് ജോൺ പറഞ്ഞു, ഇതുവരെ പ്രിയദർശിനി ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന്, ഇതുവരെ അതിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ജോൺ പറഞ്ഞത്. കൈരളിയുടെയും അശ്വമേധത്തിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു ആഘോഷമാണിത്. ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് അശ്വമേധത്തിൻ്റെ വഴിത്താരയെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഞങ്ങളുടെ പ്രൊഡ്യൂസർ, സീനിയർ പ്രൊഡ്യൂസർ സതീഷാണ് GS പ്രദീപിനെ കണ്ടെത്തിയത്. ഒരു ഹോട്ടലിൽ റിവേഴ്സ് ക്വിസുമായിട്ട് തിമിർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ സതീഷിൽ ഒരു കൗതുകം ജനിക്കുകയും അങ്ങനെ സതീഷ് പ്രദീപുമായി വീണ്ടും മത്സരിക്കുകയും ആ മത്സരത്തിൽ സതീഷ് തോക്കുകയും ചെയ്തെന്ന് പറയുന്നു. അല്പം മുമ്പ് ശ്രീ CP ജോൺ പറഞ്ഞു, പ്രദീപിനെ അതിന് സന്നദ്ധനാക്കിയത് യഥാർത്ഥത്തിൽ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്താനുള്ളൊരു ദൗത്യം അന്ന് തിരുവനന്തപുരത്തെ എല്ലാ കോളേജുകളും അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ വാചാലമായി സംസാരിച്ച് ശീലിച്ച പ്രദീപ് അദ്ദേഹത്തിൻ്റെ അറിവ് കൂടി സന്നിവേശിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രക്രിയയെ ഒരു കലയാക്കി മാറ്റുകയാണ് ചെയ്തതെന്ന് CP ജോൺ പറഞ്ഞു. യഥാർത്ഥത്തിൽ അശ്വമേധത്തിന്റെ പ്രത്യേകത പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. കൈരളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നും അടയാളപ്പെടുത്തുന്നത് അശ്വമേധം എന്നുള്ള പേരിലാണ്. കൈരളിയുടെ വഴിത്താരയിൽ ഭാഗവാക്കായി ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. കൃഷ്ണകുമാറുണ്ട്, വെങ്കട്ടരാമനുണ്ട്, പ്രഭാവർമ്മയുണ്ട്, ബെറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര്, അതാ നമ്മുടെ പേര് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഫോൺ അടിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് നമ്മോടൊപ്പമുണ്ട്. ഇന്ന് പ്രദീപ് മറ്റൊരു സബരിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അശ്വമേധത്തിൻ്റെ 25ാം വാർഷികം കൂടി നമ്മളിവിടെ ആഘോഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ടെലിവിഷനൊരു പ്രത്യേകതയുണ്ട്. ഏതെങ്കിലും ഒരു പരിപാടി വന്നാൽ, ടെലിവിഷൻ മാത്രമല്ല, ബേസിലെ സിനിമയ്ക്കും അതിനെ അനുകരിക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. പക്ഷെ ഇതുവരെ ആർക്കും അനുകരിക്കാൻ കഴിയാത്തൊരു പരിപാടിയാണ് അശ്വമേധം എന്ന് പറയുന്നത്. അത് പ്രദീപിന്റെ മാത്രം ഒരു സിദ്ധിയായിരിക്കുന്നു. പ്രദീപ് ഈ അശ്വമേധവുമായിട്ട് പോകാത്തൊരിടമില്ല. കപ്പലിൽ പോയി അശ്വമേധം കളിച്ചു, വിമാനത്തിൽ പോയി അശ്വമേധം കളിച്ചു, ആർട്ടിക്കയിൽ പോയി, അന്റാർട്ടിക്കയിൽ പോയി, കോളേജ് ക്യാമ്പസുകളിൽ പോയി, എല്ലാ ഇടങ്ങളിലും പ്രദീപ് അശ്വമേധം കളിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ ഒരു കോണും യഥാർത്ഥത്തിൽ അശ്വമേധം വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ AI-യുടെയും കാലഘട്ടത്തിൽ ഇനി അശ്വമേധം ഏത് രൂപത്തിലേക്ക് മാറ്റിയെടുക്കണമെന്നുള്ളത് പ്രദീപ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രദീപിന്റെ അശ്വമേധത്തിൽ വന്ന് സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ഒരു കലാകാരനാണ് ബേസിൽ. പ്രദീപിന്റെ ആരാധകര് പല സ്ഥലങ്ങളിലും പറയുന്നതായി കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബേസിൽ ഒരു ബുദ്ധിമാനായ കലാകാരനായത് അശ്വമേധത്തിൽ പങ്കെടുത്തതുകൊണ്ടാണ്. ഇന്ന് ഡൽഹിയിലൊക്കെ പല ഓഫീസുകളിൽ പോകുമ്പോൾ പലരും മലയാള സിനിമയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ബേസിലിനെ പോലുള്ള ചെറുപ്പക്കാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പൊ സൂചിപ്പിച്ച പ്രധാനമന്ത്രി എന്നെ കുറിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞിരുന്നോ എന്ന്.
പ്രധാനമന്ത്രിയും കാണുന്നുണ്ടാവും ബേസിലെ, പേടിക്കരുത്. അത്രത്തോളം വിസ്തൃതമായ പ്രതലത്തിലേക്ക് പോയ ഒരു പരിപാടിയാണ് അശ്വമേധം. അശ്വമേധവും കൈരളിയും പ്രദീപും ഇവിടെ ആഘോഷിക്കപ്പെടുമ്പോൾ അതൊരു മറ്റൊരു മാധ്യമത്തിൻ്റെ സൃഷ്ടിക്ക് വഴിവെക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പ്രദീപനും നമ്മൾക്കും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.